ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഞാൻ റോബർട്ട് കിയോസാക്കി. നിങ്ങളുടെ കടങ്ങളെ എങ്ങനെ വരുമാനമാക്കി മാറ്റാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങളുടെ വീട് നിങ്ങളൊരു നേട്ടമായി കണക്കാക്കുന്നു അല്ലേ? എന്നാൽ അത് ഒരു ജയിലാണ്. നിങ്ങളുടെ കാർ ചക്രങ്ങളിൽ ഓടുന്നൊരു കള്ളനാണ്. അത് നിങ്ങളുടെ പണം അറിയാതെ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഡിഗ്രി എന്നത് നിയമങ്ങൾ ആരും നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു കളിയുടെ വളരെ വില കൂടിയ ഒരു ടിക്കറ്റ് മാത്രമാണ്. വിചിത്രമായി തോന്നുന്നുണ്ടാകാം, എനിക്കറിയാം. എന്നാൽ ഇത് ആർക്കും കേൾക്കാൻ ധൈര്യമില്ലാത്ത ഒരു കൈപ്പേറിയ സത്യമാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു, പഠിച്ചു, ജീവിതത്തിലെ നിയമങ്ങൾ പാലിച്ചു. എന്നിട്ടും എല്ലാ മാസവും പണം നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നു. കൂടുതൽ സമ്പാദിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ വ്യവസ്ഥിതി അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഈ റാറ്റ് റേസ്, അതായത് എലിയുടെ ഓട്ടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. ഈ സിസ്റ്റം അങ്ങനെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. നിങ്ങളുടെ കടത്തെ എങ്ങനെ വരുമാനമാക്കി മാറ്റാമെന്നും ഈ ആശയം മനസ്സിലാക്കാത്ത ആളുകൾ എന്തുകൊണ്ട് ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുന്നുവെന്നും നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കും. വർഷങ്ങളായി ഒരു അദൃശ്യ വലയം പോലെ ആവർത്തിക്കുന്ന ഒരു രീതി ഞാൻ കാണുന്നു. ബുദ്ധിമാന്മാർ, കഠിനാധ്വാനികൾ, അർപ്പണബോധമുള്ളവർ, വ്യവസ്ഥിതി പറയുന്നത് പോലെ എല്ലാം ചെയ്യുന്നവർ, എന്നിട്ടും ഒരേ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നു. അവർ പഠിക്കുന്നു, നല്ല ജോലികൾ നേടുന്നു, സ്ഥാനക്കയറ്റം നേടുന്നു, തങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന വസ്തുക്കൾ വാങ്ങുന്നു. പക്ഷേ എല്ലാ മാസത്തിൻ്റെയും അവസാനം അവർ പിന്നെയും ശൂന്യമായ കൈകളോടെയാണ്. ഇതൊരു ട്രെഡ്മില്ലിൽ ഓടുന്ന പോലെയാണ്. എത്ര ഓടിയാലും അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥ. ഒരുപാട് പ്രയത്നമുണ്ട്, പുരോഗതിയില്ല. ഞാനിത് എൻ്റെ സ്വന്തം വീട്ടിൽ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പ്രശംസനീയനായ ഒരു വ്യക്തിയായിരുന്നു, പരമ്പരാഗത വിജയത്തിൻ്റെ പ്രതീകം. അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ടായിരുന്നു, ഒരു സ്ഥിരമായ പദവി ഉണ്ടായിരുന്നു, സമൂഹത്തിൽ ബഹുമാനമുണ്ടായിരുന്നു. പക്ഷേ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്ന അതേ നുണയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഓരോ ശമ്പള വർധനവും കൂടുതൽ ചിലവഴിക്കാനുള്ളൊരു ക്ഷണമായിരുന്നു. അദ്ദേഹത്തിന് ബോണസ് കിട്ടുമ്പോൾ അവർ ഉടൻ വീട് പുതുക്കിപ്പണിയാനോ കാർ മാറ്റാനോ തീരുമാനിക്കുമായിരുന്നു. തങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തങ്ങളുടെ കടങ്ങളും ഉത്തരവാദിത്തങ്ങളും വർദ്ധിപ്പിക്കുകയായിരുന്നു. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നാൽ ഇതെല്ലാം യുക്തിസഹമായി തോന്നിയിരുന്നു എന്നതാണ്. എന്തായാലും അവർ തങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊയ്യുക മാത്രമായിരുന്നല്ലോ. പ്രശ്നം എന്താണെന്നാൽ അവർ എത്രത്തോളം കൊയ്തുകൊണ്ടിരുന്നോ മരം അത്രത്തോളം ദുർബലമായിക്കൊണ്ടിരുന്നു. ഈ മാനസികാവസ്ഥയാണ് ഞാൻ ഇടത്തരക്കാരുടെ അദൃശ്യ ജയിൽ എന്ന് വിളിക്കുന്നത്. താൻ നന്നായി ജീവിക്കുന്നു എന്ന് സ്വയം തെളിയിക്കാനും മറ്റുള്ളവരെ കാണിക്കാനുമുള്ള നിരന്തരമായ ആഗ്രഹമാണിത്. പുതിയ കാർ, വലിയ വീട്, ഡിസൈനർ വസ്ത്രങ്ങൾ, ഓരോ നേട്ടത്തിനൊപ്പവും പുതിയ ബില്ലുകൾ വരുന്നു. ഓരോ ബില്ലും നിങ്ങളെ കൂടുതൽ മുറുക്കി കെട്ടുന്ന ഓരോ ചങ്ങലകളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, തങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്. പക്ഷേ സത്യം ഇതാണ്: പുതിയ കാർ, വലിയ വീട്, ഡിസൈനർ വസ്ത്രങ്ങൾ, ഓരോ നേട്ടത്തിനൊപ്പവും പുതിയ ബില്ലുകൾ വരുന്നു. ഓരോ ബില്ലും നിങ്ങളെ കൂടുതൽ മുറുക്കി കെട്ടുന്ന ഓരോ ചങ്ങലകളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, തങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്. പക്ഷേ സത്യം ഇതാണ്: അവർ വെറുതെ വട്ടം കറങ്ങുകയാണ്. സമൂഹം ഈ പെരുമാറ്റത്തെ അഭിനന്ദിക്കുന്നു, ഇതിനെ പുരോഗതി എന്ന് വിളിക്കുന്നു. പക്ഷേ ഞാനിതിനെ വിജയത്തിൻ്റെ വേഷം കെട്ടി അടിമത്തം എന്ന് വിളിക്കുന്നു. ഇതങ്ങനെയുള്ള ഒരു ജീവിതമാണ്. ഒരിക്കലും യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ 40 വർഷം ജോലി ചെയ്യുന്നു. അവസാനം നിങ്ങൾ ചിന്തിക്കുന്നു, ആ പണമെല്ലാം എവിടെ പോയെന്ന്. സെറോക്സിൽ ജോലി ചെയ്തിരുന്ന ഒരു സമയത്ത് ഒരു സഹപ്രവർത്തകനെ ഞാൻ ഓർക്കുകയാണ്. മിക്കവാറും എല്ലാ പാദത്തിലും അദ്ദേഹം മികച്ച ജീവനക്കാരനായിരുന്നു, അർപ്പണബോധമുള്ളവനായിരുന്നു, കഴിവുള്ളവനായിരുന്നു, മാതൃകാപരമായവനായിരുന്നു. അദ്ദേഹത്തിന് പ്രമോഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു വലിയ വീട് വാങ്ങി, ഒരു പുതിയ കാർ ഫൈനാൻസ് ചെയ്തു, കുടുംബത്തെ ഒരു ക്രൂയിസ് യാത്രയ്ക്ക് കൊണ്ടുപോയി. ഒരു വർഷത്തിന് ശേഷം കമ്പനി അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പുനഃസംഘടിപ്പിച്ചു. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പെട്ടെന്നൊരു സമ്മാനം പോലെ തോന്നിയിരുന്ന ആ ജീവിതശൈലി മുഴുവൻ ഒരു ഭാരമായി മാറി. ബില്ലുകൾ വന്നുകൊണ്ടേയിരുന്നു, പക്ഷേ വരുമാനം നിലച്ചു. അദ്ദേഹത്തിന് കാർ വിൽക്കേണ്ടി വന്നു, പിന്നെ വീടും. എന്നിട്ടും കടത്തിൽ മുങ്ങി. ആ സംഭവം എന്നെ വല്ലാതെ ബാധിച്ചു. എനിക്ക് മനസ്സിലായി, പ്രശ്നം അദ്ദേഹമായിരുന്നില്ല, അത് വ്യവസ്ഥിതിയായിരുന്നു. നമ്മളെല്ലാവരെയും പഠിപ്പിച്ച അതേ നിയമങ്ങൾ അദ്ദേഹം പാലിക്കുക മാത്രമാണ് ചെയ്തത്. കഠിനാധ്വാനം ചെയ്യുക, കൂടുതൽ സമ്പാദിക്കുക, നിങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുക. പക്ഷേ ആരും നമ്മോട് ഇത് പറയുന്നില്ല. യഥാർത്ഥ പുരോഗതി സംഭവിക്കുന്നത് പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, അല്ലാതെ തിരിച്ചല്ല. തങ്ങളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഈ ഭയം തന്നെയാണ് അവരെ കുടുക്കിയിടുന്നതും. അവർ പറയുന്നു, എനിക്ക് സുരക്ഷ വേണം. പക്ഷേ അവർ സുരക്ഷയെ താൽക്കാലിക സുഖ സൗകര്യങ്ങളുമായി തെറ്റിദ്ധരിക്കുന്നു. ശമ്പള വർധനവ്, ഒരു പുതിയ ആനുകൂല്യം, തവണകളായി എന്തെങ്കിലും വാങ്ങുന്നത്, ഇതെല്ലാം സുഖം തരുന്നതായി തോന്നും. പക്ഷേ ഇത് സാമ്പത്തികമായി ഒരു മരവിപ്പ് മാത്രമാണ്.
സ്വാതന്ത്ര്യമില്ലായ്മയുടെ യഥാർത്ഥ വേദന പിന്നീട് മാത്രമാണ് വെളിപ്പെടുന്നത്. ഉത്തരവാദിത്വങ്ങൾ കുന്നുകൂടുമ്പോഴും സമയം ഇതിനകം കടന്നു പോകും. എത്ര തവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കുറച്ചുകൂടി സമ്പാദിച്ചാൽ എല്ലാം ശരിയാകുമെന്ന്? എത്ര തവണ കൂടുതൽ സമ്പാദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ മനസമാധാനം താൽക്കാലികമായിരുന്നുവെന്ന്? അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ പ്രശ്നം ഒരിക്കലും വരുന്ന പണത്തിൻ്റെ അളവായിരുന്നില്ല, മറിച്ച് അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നതായിരുന്നു. പണം ഒരു നദി പോലെയാണ്. നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലൂടെ വഴുതിപ്പോകും. ഒഴുക്ക് കൂടുന്നതിനനുസരിച്ച് അത്രയും വേഗത്തിൽ നിങ്ങൾക്കത് നഷ്ടപ്പെടും. ഏറ്റവും വിരോധാഭാസമായ കാര്യം, ഈ ചക്രം ഒരുതരം അഹങ്കാരത്തിൻ്റെ കൂടെയാണ് വരുന്നത്. ആളുകൾ കോണിപ്പടികൾ കയറുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തുന്നു. അവർ തങ്ങൾക്ക് ചുറ്റും നോക്കുന്നു. മറ്റുള്ളവരും ഇതേ ഓട്ടത്തിൽ ഓടുന്നത് കാണുന്നു. തങ്ങൾ ശരിയായ പാതയിലാണെന്ന് ചിന്തിക്കുന്നു. പക്ഷേ നിങ്ങൾ ചുറ്റും നോക്കൂ. സത്യസന്ധമായി പറയൂ, തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന് ഭയമില്ലാതെ ജീവിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? എത്ര പേർക്ക് ഇന്ന് ജോലി നിർത്തിയിട്ടും ഒരു വർഷം മുഴുവൻ തങ്ങളുടെ ജീവിതശൈലി നിലനിർത്താൻ കഴിയും? ഉത്തരം കാണിച്ചു തരും ഈ കെണി എത്ര ആഴത്തിലുള്ളതാണെന്ന്. ഭൂരിഭാഗം ആളുകളും സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഏതാനും ശമ്പളങ്ങൾ മാത്രം അകലെയാണ്. എന്നിട്ടും അവർ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു തങ്ങൾ സുരക്ഷിതരാണെന്ന്. കാരണം തങ്ങൾക്ക് നല്ലൊരു സ്ഥാനമുണ്ട്, ഒരു നല്ല കാറുണ്ട്, ഒരു നല്ല വീടുണ്ട്. പക്ഷേ ഇതെല്ലാം ജോലിയിലുള്ള നിങ്ങളുടെ നിരന്തരമായ സാന്നിധ്യത്തെ ആശ്രയിച്ചാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങളുടെ ജോലി നിങ്ങളുടെ യജമാനാണ്. ഞാനിത് എൻ്റെ അച്ഛന്മാർക്കിടയിലുള്ള വൈരുദ്ധ്യം കണ്ടാണ് പഠിച്ചത്. ഒരാൾ സ്ഥിരതയിൽ വിശ്വസിച്ചു, മറ്റൊരാൾ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചു. ആദ്യത്തെയാൾ ഡിഗ്രികളും പദവികളും സമ്പാദിച്ചു. രണ്ടാമത്തെയാൾ ആസ്തികളും പണത്തിൻ്റെ ഒഴുക്കും, അതായത് ക്യാഷ് ഫ്ലോ സമ്പാദിച്ചു. ഒരാൾ പണത്തിന് വേണ്ടി ജോലി ചെയ്തു, മറ്റൊരാൾ പണത്തെ തനിക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിച്ചു. അവിടെ വെച്ചാണ് എനിക്ക് ഏറ്റവും കഠിനമായ സത്യം മനസ്സിലായത്. പരമ്പരാഗത വിദ്യാഭ്യാസം നിങ്ങളെ പണം സമ്പാദിക്കാൻ പഠിപ്പിക്കുന്നു, പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അത് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമാന്മാർ ഒരു ഫിനിഷിംഗ് ലൈൻ ഇല്ലാത്ത ഓട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. തങ്ങൾ പുരോഗമിക്കുകയാണെന്നുള്ള ഭാവത്തോടെ അവർ ജീവിക്കുന്നു. പക്ഷേ യഥാർത്ഥ പുരോഗതി സംഭവിക്കുന്നത് കൂടുതൽ പണത്തെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ്. വിജയത്തിൻ്റെ അദൃശ്യമായ ഗണി നിങ്ങൾ വാങ്ങുന്ന വസ്തുക്കളിലല്ല, മറിച്ച് അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതിലാണ്. അത് കൂട്ടത്തിൽ ചേരാനുള്ള ഒരു തോന്നൽ, സ്ഥിരതയെക്കുറിച്ചുള്ള ഒരു മിഥ്യാബോധം, വിജയിച്ചെന്നുള്ള തോന്നൽ. പക്ഷേ സാമ്പത്തികമായ ഒരു നേട്ടം തരാത്ത ഓരോ വസ്തുവും നിങ്ങളുടെ സമാധാനത്തിൻ്റെ മണ്ണിൽ നടുന്ന കടത്തിൻ്റെ ഓരോ ചെറിയ വിത്തുകളാണ്. ആ വിത്തുകൾ വേഗത്തിൽ വളരുന്നു. ഇവിടെ ഒരു ചെറിയ തവണ, അവിടെ ഒരു പുതിയ കാർഡ്, നിരുപദ്രവമെന്ന് തോന്നുന്ന ഒരു കടം. പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ വരുമാനവും നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതിന് മുൻപ് തന്നെ മറ്റൊരിടത്തേക്ക് പോകാൻ പ്രതിജ്ഞാബദ്ധമാകും. ആ നിമിഷം ജീവിതം നിങ്ങളുടെ സ്വന്തം പേഴ്സിനെതിരെയുള്ള ഒരോട്ടമായി മാറുന്നു. സത്യം ഇതാണ്, ഭൂരിഭാഗം ആളുകളും ദരിദ്രരായി തുടരുന്നത് അവർ കുറഞ്ഞ വരുമാനം നേടുന്നതുകൊണ്ടല്ല, മറിച്ച് അവർ അറിയാതെ തന്നെ ചിലവഴിക്കുന്നതുകൊണ്ടാണ്. തങ്ങൾ തിരഞ്ഞെടുത്ത ജീവിതശൈലി യഥാർത്ഥത്തിൽ എത്ര വില കൊടുക്കേണ്ടി വരുമെന്ന് അവർക്ക് യാതൊരു ധാരണയുമില്ല. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ തീരുമാനങ്ങളിൽ പലതും ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് ശീലം കൊണ്ടാണ് എടുത്തത് എന്നാണ്. തങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് അളക്കുന്നതാണ് വിജയമെന്ന് അവർ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചു, അല്ലാതെ തങ്ങൾ എന്ത് നിർമ്മിക്കുന്നു എന്നതുകൊണ്ടല്ല. ഈ ചിന്താഗതി നിലനിൽക്കുന്നിടത്തോളം അവർ കുടുങ്ങിക്കിടക്കും. കെണികടത്തിലല്ല, മറിച്ച് അതിനെ ഉണ്ടാക്കുന്ന മാനസികാവസ്ഥയിലാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യപടി ലളിതവും എന്നാൽ ശക്തവുമാണ്. നിങ്ങളുടെ പണത്തിൻ്റെ ഒഴുക്ക്, അതായത് ക്യാഷ് ഫ്ലോ നിർമ്മാതാവായി സ്വയം കാണുക, അല്ലാതെ അതിൻ്റെ ഇരയായിട്ടല്ല. കാരണം യഥാർത്ഥ പരാജയം കടത്തിലാകുന്നതല്ല, അത് സാധാരണമാണെന്ന് വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ആളുകൾ വിശ്വസിക്കുന്നു തങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തങ്ങളുടെ ശമ്പളത്തിൻ്റെ വലിപ്പത്തിലാണെന്ന് അവർ പറയുന്നു. ഞാൻ കുറച്ചുകൂടി സമ്പാദിച്ചിരുന്നെങ്കിൽ എല്ലാം ശരിയാകുമായിരുന്നു എന്ന്. പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല, പ്രശ്നം ഒരിക്കലും വരുന്ന പണത്തിൻ്റെ അളവിലായിരുന്നില്ല, മറിച്ച് എത്ര ചിലവഴിക്കുന്നു എന്നതിലായിരുന്നു. ഭാഗ്യത്തെയും വിവാഹത്തെയും സ്വപ്നങ്ങളെയും നശിപ്പിക്കുന്നത് പണത്തിൻ്റെ കുറവല്ല, അത് പണത്തിൻ്റെ മുകളിലുള്ള നിയന്ത്രണത്തിൻ്റെ കുറവാണ്. ലോകം ഉയർന്ന വരുമാനമുള്ള ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു. അവർ കടത്തിൽ മുങ്ങിയിരിക്കുന്നു, ക്ഷീണിതരാണ്, ഇല്ലായ്മയുടെ വലയിൽ കുടുങ്ങിയിരിക്കുന്നു. തങ്ങൾ ശരാശരിക്ക് മുകളിൽ ജീവിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ അവർ തങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കുകയാണ്. അവർ എത്രത്തോളം സമ്പാദിക്കുന്നുവോ അത്രത്തോളം അവർ തങ്ങളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു. അധിക വരുമാനം പുതിയ ഉത്തരവാദിത്തങ്ങൾക്കുള്ള ക്ഷണം എന്ന പോലെ. ഇതാണ് വ്യവസ്ഥിതിയുടെ ഏറ്റവും അപകടകരമായ മിഥ്യാബോധം. ശമ്പള വർധനവ് സ്വാതന്ത്ര്യം നൽകുന്നു എന്നത് യഥാർത്ഥത്തിൽ മിക്കപ്പോഴും അത് കൊണ്ടുവരുന്ന കൂടുതൽ സുഖസൗകര്യങ്ങളുള്ള ഒരു ജയിലിലാണ്. എൻ്റെ ഒരു സെമിനാറിൽ വെച്ച് കണ്ട ഒരാളെ ഓർക്കുന്നു. അദ്ദേഹം എല്ലാ മാസവും $5000 കൂടുതൽ സമ്പാദിക്കുമായിരുന്നു, എന്നിട്ടും കടത്തിൽ മുങ്ങിയിരുന്നു. അദ്ദേഹത്തിന് വിശാലമായൊരു വീടുണ്ടായിരുന്നു, 2 ആഡംബര കാറുകൾ, നിരന്തരമായ യാത്രകൾ.
ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ എല്ലാം തികഞ്ഞ ഒരു ദിനചര്യ. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഒഴുക്കിനെ കുറിച്ച് ക്യാഷ് ഫ്ലോ ചോദിച്ചപ്പോൾ എത്ര വരുന്നുണ്ടെന്നോ എത്ര പോകുന്നുണ്ടെന്നോ അദ്ദേഹത്തിനൊരു ധാരണയുമില്ലായിരുന്നു. അദ്ദേഹത്തിന് മാസാവസാനമുള്ള തൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് മാത്രം അറിയാമായിരുന്നു. അത് മിക്കവാറും എപ്പോഴും നെഗറ്റീവായിരുന്നു. പ്രശ്നം ജീവിത ചെലവിൻ്റെയോ നികുതിയുടെയോ പണപ്പെരുപ്പത്തിൻ്റെയോ ആണെന്ന് അദ്ദേഹം കരുതി. പക്ഷേ യഥാർത്ഥ ശത്രു അദ്ദേഹത്തിൻ്റെ തൊട്ടുമുന്നിലുണ്ടായിരുന്നു: സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ അതേ പരിപാടിയിൽ വെച്ച് ഞാനൊരു സ്ത്രീയെ കണ്ടുമുട്ടി. അവർ ഒരു മാസം $3000 സമ്പാദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 5-1. അവർ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. എല്ലാ മാസവും നിക്ഷേപിക്കുമായിരുന്നു. അവരുടെ പേരിൽ ഇതിനകം 2 വാടക കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ രഹസ്യം ഇതായിരുന്നു: തൻ്റെ ഓരോ ഡോളറും എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. പണം തന്നെ നിയന്ത്രിക്കുന്നതിന് മുൻപ് അവർ പണത്തെ നിയന്ത്രിച്ചു. ആളുകൾ വരുത്തുന്ന ഏറ്റവും സാധാരണമായ തെറ്റ് പണത്തെ ഒരു സംഭവമായി കാണുന്നു എന്നതാണ്, അല്ലാതെ ഒരു വ്യവസ്ഥിതിയായിട്ടില്ല. ശമ്പളം കിട്ടുന്ന ദിവസത്തിനായി കാത്തിരിക്കുന്നു, കുറച്ച് ദിവസത്തേക്ക് ആശ്വാസത്തോടെ ശ്വസിക്കുന്നു, എന്നിട്ട് അവരെ കുഴപ്പത്തിലാക്കിയ അതേ ചിലവഴിക്കൽ രീതിയിലേക്ക് മടങ്ങുന്നു. ആദ്യം ചിലവഴിക്കാനും പിന്നീട് ചിന്തിക്കാനും അവരുടെ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു. തങ്ങൾക്ക് ഉടനടിയുള്ള സംതൃപ്തിക്ക് അർഹതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഓരോ എടുത്തുചാട്ടത്തിലുമുള്ള ചെലവും തങ്ങളുടെ സ്വന്തം ഭാവിക്കെതിരെയുള്ള ഒരു വോട്ടാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇവിടെയാണ് പണം ഒരു സഹായി എന്നതിന് പകരം ഒരു ശത്രുവായി മാറുന്നത്. അത് ആജ്ഞാപിക്കാൻ തുടങ്ങുന്നു, തീരുമാനങ്ങൾ നിർണ്ണയിക്കാൻ തുടങ്ങുന്നു, പരിധികൾ വയ്ക്കാൻ തുടങ്ങുന്നു. ഈ കളി മനസ്സിലാക്കാത്തവർ അതിലെ കരുക്കളായി മാറുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.